പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ സുന്ദരമായ ഒരു ദിവസം ദൈവമേ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 25 പഠിക്കുന്ന വചനം പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വചനം. The first letter of St. Peter, chapter 1, verse 17. അതിങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. If you invoke as Father the one who judges all people impartially according to their deeds, live in relevant fear during the time of your exile. എന്ന് പറഞ്ഞാൽ ഈ പ്രവാസകാലത്ത്, അതായത് ഞാനും നിങ്ങളും ഒക്കെ ഒരു പ്രവാസത്തിലാണ്. അതായത് ഇവിടെ ഈ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വിദേശത്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ? പ്രവാസികൾ എന്ന് പറയപ്പെടുന്ന പ്രവാസകാലത്ത് എക്സൈലിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ ജീവിതം മാറി. എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് വിദേശത്തുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ നാട്ടിൽ നിന്ന് മാറി എക്സൈലിൽ ജീവിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന, പ്രവാസത്തിൽ ജീവിക്കുന്നവരാണ്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്ന് ദൈവപിതാവ് എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടതെങ്കിൽ അതൊരു പ്രവാസമാണ്. ഈ ലോകത്ത് അല്പകാലത്തേക്കുള്ള ജീവിതം പ്രവാസ ജീവിതമാണ്. ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ എൻ്റെ ദൈവപിതാവിൻ്റെ മകനാണെന്നുള്ള ബോധ്യത്തിൽ ഈ ഭയം പേടിപ്പെടുത്തുന്ന ഒരു ഭയമല്ല, മറിച്ച് സ്നേഹത്തിൽ നിന്നുള്ളൊരു ഭയമാണ്. സ്നേഹത്തിൽ നിന്നുള്ള, ബഹുമാനത്തിൽ നിന്നുള്ള, എൻ്റെ അപ്പനാണ് ദൈവം എന്നുള്ള ബോധ്യത്തോടെ ആ സ്നേഹത്തിലൂടെയുള്ള ഒരു ഭയം, ആ ഭയത്തിൽ ജീവിക്കാൻ, ദൈവപിതാവിൻ്റെ മകനായ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആ വചനം എത്ര സുന്ദരമാണല്ലേ? നാം ഇവിടെ ജീവിക്കുമ്പോൾ എന്നെ നിഷ്പക്ഷമായി, ഒരു പാർഷ്യാലിറ്റി ഇല്ല, ഒരു ഇന്നയാള് എന്ന് പറയുന്ന പണക്കാരനോ പാവപ്പെട്ടവനോ ഒന്നുമില്ല, ആരെന്നില്ല, നിഷ്പക്ഷമായി വിധിക്കുന്നവനാണ് നമ്മുടെ അപ്പൻ. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൽ നിന്നുളവാകുന്ന ഭയത്തിൽ ജീവിക്കാൻ നമ്മോട് വിളിച്ചോതുന്ന ഒരു മനോഹരമായ വചനം. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. എത്ര സുന്ദരമാണല്ലേ? If you invoke as Father the one who judges all people impartially according to their deeds, live in relevant fear during the time of your exile. വളരെ സുന്ദരമായ വചനത്തിൽ ആശ്രയിച്ച് സ്നേഹത്തോടെ നമുക്കായിരിക്കാം. ദൈവപിതാവിൻ്റെ മകനായിട്ട്, മകളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാം.